ഇന്നലെ കാതർക്കെന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, പൊന്നാശിക്ക് നാട്ടിലുള്ള സ്ഥലവും കാറും നാടിനെയും പോത്തിനൊക്കെ വിറ്റിട്ടാണ് 1 മില്യൺ കൊണ്ടുപോയിട്ട് ദുബായിലിട്ട് പ്രോപ്പർട്ടി വാങ്ങിയത്. ഇനിയും ഒരു 4% 40,000 ദിർഹംസ് അടയ്ക്കണമെന്നാണ് ഇവര് പറയുന്നത്. ഇത് എവിടുത്തെ ന്യായമാണെന്ന് ചോദിച്ചോട്. എന്തായാലേ ഇത്രയും പൈസ കൊടുത്തിട്ട് പിന്നെ 4% അടയ്ക്കണമെന്ന്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ദുബായിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പം ഏതൊരു വ്യക്തിയും അടയ്ക്കേണ്ട ഒരു ടാക്സ് 4%. എന്ത് പ്രോപ്പർട്ടി ആണെങ്കിലും ഓക്കെ, വൺ ടൈം ടാക്സ് പോലെയാണ് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ഈ DLD നമ്മളെ കണക്കൂട്ടുന്നത്. ദുബായിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന സമയത്ത് നമ്മളെല്ലാവരും ഓർത്ത് വെക്കുക, 4% DLD നമ്മളെ നിർബന്ധമായിട്ട് അടയ്ക്കണം. ഇനി ഡെവലപ്പർമാർ വേവർ വെക്കുന്നുണ്ടെങ്കിൽ അത്ര കുറഞ്ഞു കിട്ടും. പിന്നെ അഡ്മിൻ ചാർജ് ആയിട്ട് 580 ദിർഹംസും, പിന്നെ രജിസ്ട്രേഷൻ ഫീ, അതായത് സെപ്പറേറ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീ 5 ലക്ഷം ദിർഹംസിന്റെ താഴത്താണെങ്കിൽ 2000 പ്ലസ് വാറ്റ്. ഇനി 5ന്റെ മുകളിലാണെങ്കിൽ 4000 പ്ലസ് വാറ്റ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പേരിലേക്ക് ഇത് ഇഷ്യൂ ചെയ്ത പേപ്പർ, അതായത് ടൈറ്റിൽ ഡീഡ് നമ്മളെ കയ്യിലേക്ക് എടുത്ത് തരും. അതിലുണ്ടാവും നമ്മൾ പ്രോപ്പർട്ടി എത്ര സൈസാണ്, എവിടെയാണ് ലൊക്കേഷൻ, എത്ര പ്രൈസിനാണ് വാങ്ങിയതെന്നൊക്കെ. ഈ ഒരു പേപ്പർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് 250 ദിർഹംസും. ഇത്രയാണ് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഈടാക്കാൻ പോകുന്ന ചാർജ്. ഇനി എന്തായാലും എല്ലാവരും ഓർത്ത് വെക്കുക, കൂടുതലൊന്നും കൊടുക്കണ്ട. ഇനി കൊടുക്കാനുള്ളത് കൺഫ്യൂഷൻ ആയി പോകും വേണ്ട. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ കാണാം. ഫിർ മിലെങ്കെ. ചലത്തെ ചലത്തെ.